വിജിൽ തിരോധാന കേസിൽ നിർണായക വഴിത്തിരിവ് സംഭവിച്ചിരിക്കുന്നു. 6 വർഷം മുൻപ് കാണാതായ എലത്തൂർ സ്വദേശി വിജിലിനെ 4 സുഹൃത്തുക്കൾ ചേർന്ന് കുഴിച്ചിട്ടു എന്നാണ് കണ്ടെത്തൽ. അമിത അളവിൽ ലഹരിമരുന്ന് നൽകിയതിനെ തുടർന്ന് വിജിൽ ബോധരഹിതനായപ്പോൾ സുഹൃത്തുക്കൾ കുഴിച്ചിടുകയായിരുന്നു. സംഭവത്തിൽ ദീപേഷ്, നിജിൽ എന്നിവർ പിടിയിലായി. സരോവരം പാർക്കിൽ കുഴിച്ചിട്ടുവെന്നാണ് യുവാക്കളുടെ മൊഴി. മിഥില ബാലൻ വിശദാംശങ്ങളുമായി. മിഥില, ഇത് ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവമാണ്. പോലീസിന്റെ വിശദമായ അന്വേഷണത്തിലാണോ? ഞെട്ടിക്കുന്ന കണ്ടെത്തലാണല്ലോ. തീർച്ചയായും അനുജ, പോലീസിന്റെ അന്വേഷണത്തിൽ തന്നെയാണ് ഇത്തരം ഒരു തിരോധാന കേസിൽ നിർണായകമായ ഒരു വഴിത്തിരിവുണ്ടായിട്ടുള്ളത്. 2019 ഈ വിജിലിനെ, എലത്തൂർ വെസ്റ്റ് ഹിൽ സ്വദേശിയാണ്. വെസ്റ്റ് ഹിൽ സ്വദേശിയായ വിജിലിനെ അന്ന് കാണാതാവുന്ന സമയത്ത് 29 വയസ്സാണ് കാണാതായത്. പിന്നീട് പിതാവ് പരാതി നൽകുകയായിരുന്നു. ഇതിനെ തുടർന്ന് എലത്തൂർ പോലീസായിരുന്നു ഈ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഏറ്റവും ഒടുവിൽ പറഞ്ഞതുപോലെ വർഷങ്ങൾക്കിപ്പുറം സുഹൃത്തുക്കൾ ആണിപ്പോൾ മൊഴി നൽകിയിട്ടുള്ളത്. കൊലപ്പെടുത്തിയിട്ടില്ല, മയക്കുമരുന്ന് നൽകി, അമിത അളവിൽ മയക്കുമരുന്ന് നൽകി ഈ വിജിലിന്റെ ബോധം പോയതിന് പിന്നാലെ വിജിൽ മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം കുഴിച്ചിടുകയായിരുന്നു എന്നാണ് പിടിയിലുള്ള 2 സുഹൃത്തുക്കൾ, അതായത് ദീപേഷ്, നിജിൽ. ഈ നിജിലാണ് ഈ കേസിലെ 1-ാം പ്രതി. നിജിലാണ് ഇത്തരത്തിൽ മയക്കുമരുന്ന് കുത്തിവെച്ചിട്ടുണ്ടായിരുന്നത്. അമിത അളവിലായിരുന്നു ഈ മയക്കുമരുന്ന് കുത്തിവെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനെ തുടർന്ന് ഈ വിജിലിന്റെ ബോധം പോയി മരിച്ചെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം സരോവരം പാർക്കിൽ ചതുപ്പിൽ കല്ലുകെട്ടി കുഴിച്ചിട്ടു എന്നാണ് മൊഴി നൽകിയിട്ടുള്ളത്. ഈ 2 പേര് ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ 2 പേരെ കോടതിയിൽ ഹാജരാക്കും എന്നാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം. പിതാവ് നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു എലത്തൂർ പോലീസ് ഇത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. 4 സുഹൃത്തുക്കളായിരുന്നു അവർ. 4 പേരും ഒരുമിച്ച് മദ്യപിച്ചു. അതിനുശേഷം ബ്രൗൺ ഷുഗർ ആണ് കുത്തിവെച്ചിട്ടുണ്ടായിരുന്നത്. ബ്രൗൺ ഷുഗർ കുത്തിവെച്ചു. ഈ ബ്രൗൺ ഷുഗർ കുത്തിവെച്ചത് അമിത അളവിലായി. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ യുവാവിന്റെ ബോധം പോകുന്നു. അതിനുശേഷം യുവാവ് മരിച്ചു എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ സരോവരം പാർക്കിൽ കുഴിച്ചിട്ടുള്ളത്. ഇപ്പോൾ 2 പേരാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട്, 1-ാം പ്രതി നിഖിലും മറ്റൊരു പ്രതിയായ ദീപേഷുമാണ് ഉള്ളത്. ഇനി 2 പേരെ കൂടി പിടികിട്ടാനുണ്ട്. ഈ 2 പേരിൽ നിന്നും ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ഈ സുപ്രധാന വിവരത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. ഇനി ഈ മൃതദേഹം കണ്ടെടുക്കുക എന്ന ഒരു അടുത്ത നടപടിയിലേക്കാണ് അന്വേഷണ സംഘം കടക്കുക. അതെന്ത് തന്നെയായാലും ഇന്നിപ്പോൾ അല്പസമയത്തിനകം ഈ പിടിയിലുള്ള പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം നാളെ ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിക്കുക എന്ന ഒരു പ്രാഥമിക വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അനുജ, മിഥില, ഇതിൽ പ്രതികൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടോ? മറ്റു 2 പേർ എവിടെയാണ് എന്നതൊക്കെ പോലീസിന് കൃത്യമായി അതിൽ വിവരം കിട്ടിയോ? അനുജ, മറ്റു 2 പ്രതികളുടെ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കാരണം ഇവർ 4 പേർ ഒരുമിച്ചിരുന്നാണ് മദ്യപിച്ചിട്ടുണ്ടായിരുന്നത്. അതിനിടയിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാവുകയും വിജിൽ മരിക്കുകയും വിജിലിനെ പിന്നീട് കുഴിച്ചു മൂടുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇതിൽ പ്രതികൾ കുറ്റസമ്മതം നടത്തിയത് ഇങ്ങനെയാണ്: ഇതാണ് പ്രതികളുടെ മൊഴി ഇങ്ങനെയാണ്: ഞങ്ങൾ കൊലപ്പെടുത്തിയിട്ടില്ല, ഇത്തരത്തിൽ ബ്രൗൺ ഷുഗർ കുത്തിവെച്ചു. ഈ നിജിൽ, 1-ാം പ്രതി നിജിലാണ് ബ്രൗൺ ഷുഗർ കുത്തിവെച്ചത്. കയ്യിൽ കുത്തിവെച്ച സമയത്ത് ഈ വിജിലിന്റെ ബോധം പോയതിന് പിന്നാലെ വിജിൽ മരിച്ചു എന്ന് ഇവർ ഉറപ്പാക്കുന്നു. അതിനുശേഷം ഈ സരോവരത്തെ ചതുപ്പിൽ കുഴിച്ചിടുന്നു. കല്ല് വെച്ച് ചതുപ്പിൽ കുഴിയെടുത്ത് കുഴിച്ചിട്ടു എന്ന വിവരം തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ഈ പ്രതികൾ, ഈ 2 പേർ മൊഴി നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മറ്റു 2 പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയത്. ഇനി അടുത്ത നടപടിക്രമം എന്നത് ഈ പ്രതികളുടെ മൊഴി പ്രകാരം ഈ പ്രതികൾ പറയുന്ന സരോവരം പാർക്കിലെ ചതുപ്പിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ സരോവരം പാർക്കിൽ ഈ പ്രതികളെ ഉൾപ്പെടെ എത്തിച്ചല്ലെങ്കിൽ ഇവർ പറഞ്ഞ ഒരു തിരച്ചിൽ നടത്തുക എന്നതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത നടപടിക്രമം എന്നുള്ളത്. വിശ്വസനീയമായ ഒരു മൊഴി തന്നെയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത് എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭ്യമായിട്ടുള്ള വിവരം. 2019 ഈ വിജിലിനെ കാണാതായത്. അന്ന് വിജിലിന്റെ പിതാവായിരുന്നു എലത്തൂർ പോലീസിൽ പരാതി നൽകിയത്. അത്തരം ഒരു തിരോധാന കേസിലാണ് വർഷങ്ങൾക്കു ശേഷം ഇപ്പുറം ഈ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 2 പേർ കസ്റ്റഡിയിലുണ്ട്. 2 പേരെ അല്പസമയത്തിനകം അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കും. ഇനി അവശേഷിക്കുന്നത് 2 പേർ കൂടിയാണ്. അവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അനുജ, 6 വർഷത്തിന് ശേഷമാണ് പോലീസ് പ്രധാനപ്പെട്ടൊരു വിവരം ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. കോഴിക്കോട് വിജിൽ തിരോധാന കേസിൽ നിർണായക വഴിത്തിരിവുണ്ടായത് 6 വർഷം മുൻപ് കാണാതായ എലത്തൂർ സ്വദേശി വിജിലിനെ 4 സുഹൃത്തുക്കൾ ചേർന്ന് കുഴിച്ചിട്ടു, അതായത് കൊലപാതകം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിൽ 2 പേർ പോലീസ് കസ്റ്റഡിയിലാണ്. അവരെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും. മറ്റ് 2 പേർ കൂടി സംഘത്തിലുണ്ടായിരുന്നു. അവരെ അല്പസമയത്തിനകം, അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ പോലീസ് പിടികൂടും എന്ന വിവരം കൂടി മിഥില ബാലൻ നൽകുകയാണ്.